ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ 7 പേർ മരിച്ചു, 27 പേർക്ക് പരിക്കേറ്റു. പോലീസുകാരും ഫോറൻസിക് ഉദ്യോഗസ്ഥരുമാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും. ഇന്നലെ രാത്രിയോടെയായിരുന്നു അപകടമുണ്ടായത്. പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിനും പരിസരത്തിനുമുള്ളിൽ നിരവധി വാഹനങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന വീട് ആക്രമിച്ചു. സ്റ്റാൻമോർ എസ്റ്റേറ്റിന് സമീപത്താണ് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാഡി കാട്ടാന ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. പാർവതി എന്ന യുവതിയുടെ പാഡിയാണ് ആന ആക്രമിച്ചത്. ആക്രമണത്തിൽ വീടിന്റെ അടുക്കള ഭാഗം മുഴുവൻ തകർന്നു. കൊച്ചിയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ഡെലിവറി ഹബ്ബുകളിൽ നിന്ന് 1.61 കോടി രൂപയുടെ മൊബൈൽ ഫോണുകൾ കാണാതായ പരാതിയിൽ കേസെടുത്ത് പോലീസ്. ഫ്ലിപ്കാർട്ട് എൻഫോഴ്സ്മെന്റ് ഓഫീസർ നൽകിയ പരാതിയിൽ 5 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. കൊൽക്കത്തയിലെ എസ്രാ സ്ട്രീറ്റിൽ വൻ തീപിടുത്തം, 300ഓളം കടകൾ കത്തി നശിച്ചു. സമീപത്തെ കെട്ടിടങ്ങളിൽ താമസിച്ചിരുന്ന ഏവരെയും ഒഴിപ്പിച്ചു. 20ഓളം ഫയർ എഞ്ചിനുകൾ സ്ഥലത്ത് തീയണയ്ക്കാൻ ശ്രമം തുടങ്ങി. ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ലെന്ന് കൊൽക്കത്ത സെൻട്രൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഇന്ദിര മുഖർജി പ്രതികരിച്ചു. നെടുമങ്ങാട് CNG കൊണ്ടുപോകുകയായിരുന്ന ലോറി മറിഞ്ഞ അപകടം. ലോറിയുടെ ക്യാബിനിൽ നിന്ന് CNG കണ്ടെയ്നർ വേർപെട്ട് റോഡിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ചെറിയ രീതിയിലുള്ള ഗ്യാസ് ചോർച്ചയുണ്ടായതിനാൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രദേശത്തെ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു.